ആസ്മ അലർജി ഉള്ളവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ പുക എന്ന് പറഞ്ഞ വലിയൊരു ശല്യമാണ്, വലിയൊരു ബുദ്ധിമുട്ടാണ്. പുക പല ടൈപ്പ് പുകയുണ്ട്. അത് വീട്ടിൽ പുകയുണ്ട്, ക്ഷേത്രങ്ങളിൽ പുകയുണ്ട്, മറ്റേ പള്ളികളിൽ പുകയുണ്ട്. കാരണം പൂജാതി വസ്തുക്കൾ അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ചിലർക്ക് ധൂപം കാട്ടേണ്ടി വരുന്നു, അല്ലെങ്കിൽ മറ്റേ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതിന് ചന്ദനത്തിരിയുണ്ട്, അല്ലെങ്കിൽ മറ്റേ സാമ്പ്രാണിയുണ്ട്, പുകയ്ക്കുന്ന വേറെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെ അത്രയും ശ്രദ്ധിക്കാറില്ല. ഈ അലർജി ഉള്ളവർക്കും ശ്വാസമുട്ടുള്ളവർക്കും ആസ്മയുള്ളവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഇപ്പോൾ ഒരു വൈദികനെ സംബന്ധിച്ച്, ഒരു പ്രീസ്റ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പൂജാരിയെ സംബന്ധിച്ച് അവർക്കത് വളരെ ഭവ്യവും ദൈവീയ ഭക്തിയുമായ കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഈ പലരും അത് ശ്രദ്ധിക്കപ്പെടാറില്ല. ഈ പലരും ചില വീട്ടമ്മമാർ, അല്ലെങ്കിൽ ചില ബേക്കറി ഉണ്ട്, അല്ലെങ്കിൽ ചില ഹോട്ടൽ ജീവനക്കാരുണ്ട്, ഇങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ അവരത് ശ്രദ്ധിക്കാറില്ല. കാരണം അവിടെ എല്ലാം വിറക് വെച്ചാണ് ഈ പുക ഉണ്ടാകുന്നത്. വിറകിൽ നിന്ന് എല്ലാ വിറകും നല്ല ഭംഗിയായിട്ട് കത്തുന്നില്ല. കാരണം അതിനകത്ത് ഇച്ചിരി നനവുള്ള വിറകുണ്ടാകാം. ചില വിറകുകൾ എത്ര വെച്ചാൽ എണ്ണമയമുള്ള വിറകുകൾ, ഇപ്പം തേക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ അത് നമുക്ക് തോന്നും അത് നല്ലൊരു വിറകാണെന്ന്. നല്ലൊരു വിറകല്ല, കാരണം അതിൽ എണ്ണയുണ്ട്. അപ്പോൾ എണ്ണയുള്ള വിറകുകൾ വെക്കുമ്പോൾ പുക കൂടുതലായിരിക്കും. അപ്പോൾ പുക പല ടൈപ്പ് പുക ഞാൻ പറഞ്ഞല്ലോ. വിറകിലെ പുകയുണ്ട്, ചന്ദനത്തിരി പുകയുണ്ട്, സാമ്പ്രാണിയുടെ പുകയുണ്ട്, അല്ലെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ പുകയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പുകകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ഫാക്ടറിയിലെ പുകകളുണ്ട്, അല്ലെങ്കിൽ ബോയിലറുടെ പുകയുണ്ട്. അങ്ങനെ പല പുകകളും ഈ അലർജി ഉള്ളവരും ശ്വാസമുട്ടുള്ളവരും അല്ലെങ്കിൽ ആസ്മയുള്ളവരും അതിൽ നിന്ന് അവർ വളരെ കീപ്പ് ചെയ്യാനായിട്ട് സൂക്ഷിക്കുക. ഒരുപക്ഷെ അവർക്ക് ആ ജോലി തന്നെയാണ്, ഇപ്പം അതിന് വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും കിട്ടില്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കാരണം എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെന്താ വെച്ചാൽ എന്നും ഇങ്ങനെ ശ്വാസമുട്ടായിട്ടിരിക്കും, അല്ലെങ്കിൽ എന്നും ചുമ, എന്നും അവർക്ക് അല്ലെങ്കിൽ കണ്ണിക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. അപ്പോൾ അവരെന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതിൻ്റെ കാരണം ഈ ഇങ്ങനെയുള്ള പുകകൾ അടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പം ഈ രണ്ട് മേഖലകളുള്ളവർക്ക് അവർക്ക് അതിൽ നിന്ന് ഒരിക്കലും ഒരു പൂജാരിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ശ്രീകോവിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുപോലെ തന്നെ വൈദികർക്ക് ഇപ്പം ഞങ്ങൾ യാക്കോബായ സഭ, അവർക്ക് കൂടുതൽ ധൂപക്കുറ്റിയുണ്ട്. അതിനകത്ത് ധൂപത്തിൽ കുന്തിരിക്കാണ് ഇടുന്നത്. കുന്തിരിക്ക ഇട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കുന്തിരിക്കമാണെങ്കിലും ചിലർക്ക് സാമ്പ്രാണികളും ചന്ദനത്തിരിയാണെങ്കിലും, അല്ലെങ്കിൽ മറ്റേ കർപ്പൂരമാണെങ്കിലും പല ടൈപ്പ് സാധനങ്ങളാണ് കത്തിക്കുന്നത്. ഈ കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ഗന്ധം കിട്ടിക്കൊള്ളുന്നില്ല, അതിൽ പുകയുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അത് അത് സ്വയമായിട്ട് തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടത്. എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അതൊരു ദൈവികമായ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അവിടെ ദൈവത്തിന് വേണ്ടിയിട്ട് അർപ്പിതമായ ജീവിതമാണ് അവരുടെ. നമ്മൾ വീടുകളിലും ബോയിലറിലും അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വളരെ അതിന് കംഫർട്ടബിളായിട്ടുള്ള എങ്ങനെയാണോ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതെന്ന് വെച്ചാൽ ഈ പലപ്പോഴും സെൻട്രൽ ആയുർവേദ വന്നു കഴിയുമ്പോൾ അന്നേരമാണ് അതിന് കാരണങ്ങൾ കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ആസ്മ അലർജി ആളുകളുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. പലപ്പോഴും ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് മേഖലയിലാണ് അവരുടെ തലം അല്ലെങ്കിൽ ജോലി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ അപ്പോൾ അത് പറയാൻ പറ്റും. അവരത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ പല വീട്ടമ്മമാരും വരുന്നത് അവർ പറയും, ഇതിലെ ശ്വാസം കൊണ്ട് തുടങ്ങി അല്ലെങ്കിൽ അലർജി തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി. കാരണം വേറെ ഒന്നുമില്ല, ആ വീട്ടിൽ AC ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് തണുപ്പടിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ അവരെന്നും വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് വേറൊരാൾ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് എങ്ങനെയാണോ നമുക്കത് കൂടുതൽ നമ്മുടെ മൂക്കിലേക്ക് ലങ്സിലേക്കൊക്കെ കയറാത്ത രീതിയിൽ മാറി നിൽക്കാൻ എങ്ങനെ പറ്റുമോ അങ്ങനെ അത് കൈകാര്യം ചെയ്യുക. അല്പം അകലം പാലിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പുക വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് അലർജിക്കും ശ്വാസമുട്ടലിനും ആസ്മ രോഗികൾക്കും പുക വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, വളരെ നന്നായിരിക്കും. നന്ദി.